ആളുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ തസ്ബീഹിന്റെ മണികളുടെ എണ്ണം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ഓതലിന്റെ ശൈലിക്ക് വ്യത്യാസം വരുത്തും. ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് ബോധ്യം വന്നാൽ സംഭാവന പറയുന്നതിന്റെ തുകയ്ക്ക് പെരുപ്പം കൂട്ടും. ഇങ്ങനെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി അമല് ചെയ്യുന്ന ആളുകൾ ഇവിടെ മുടക്കിയ സാമ്പത്തികം, ഇവിടെ അനുഷ്ഠിച്ച അവരുടെ കർമ്മങ്ങൾ, ഇതെല്ലാം ആളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോ ഭയന്ന് വിറച്ചുകൊണ്ട് തലകുനിക്കേണ്ടി വരുന്നതാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ ഒരു ക്രൈസ്തവ പാതിരിയെ കാണുകയാണ്. ആ ക്രൈസ്തവ പാതിരി ചരിത്രത്തിൽ കാണാം. ആ ക്രൈസ്തവ പാതിരി ചർച്ചിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല മനോഹരമായ വിശാലമായ ഒരു ചർച്ചാണ്. ആ ചർച്ചിന്റെ സമീപത്തു കൂടി പോകുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു നിമിഷം അവിടെ അങ്ങ് നിൽക്കുകയാ. അതിന്റെ പാതിരി ക്രൈസ്തവ പുരോഹിതൻ നല്ല സ്വഭാവ ശുദ്ധിയുള്ള മനുഷ്യനാണ്. ആളുകളോട് നല്ല ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന വദനത്തോടെ ഇടപെടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ, ആ പാതിരി ക്രൈസ്തവ പുരോഹിതൻ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ചോദിച്ചല്ലോ, ഉമർ തങ്ങളെ കരയുന്നത് എന്തിനാണ്? ഒരു ചർച്ചിന്റെ മുന്നിൽ ചർച്ചിന്റെ പുരോഹിതന് നിൽക്കുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ എന്റെ പടച്ചവന്റെ ഒരു ആയത്തങ്ങ് ഓർത്തുപോയി. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബാ. ഈ ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്ത്, പ്രവർത്തനങ്ങൾ ചെയ്ത് ഒന്നും ഉപകരിക്കാതെ പോയ ഒരു മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുഖം ഭയന്ന് വിറച്ചുകൊണ്ട് താഴ്മ കാണിക്കുന്ന ഒരു മുഖമാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത്. ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ അമൽ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാകണം. പടച്ചവന് വേണ്ടിയിട്ടല്ലാതെ അമല് ചെയ്യരുത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിലെന്താ, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ പടച്ചവന് വേണ്ടിയാണ്. ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ സംഭാവന ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും, ഞാൻ 10 ലക്ഷം കൊടുക്കാം, 15 ലക്ഷം കൊടുക്കാം. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോ ഒട്ടിയ വയറുമായിട്ട് നിന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്നവര് ഒരു ഉരുള ഭക്ഷണത്തിന്റെ കാശ് കൊടുക്കാതെ, ഒരു കവിള് വെള്ളത്തിന്റെ പൈസ കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ ആളുകൾ കാണുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോ പൊന്നുമോനെ, അല്ലാഹ് പറയുന്നു, വുജൂഹു യൗമഇദിൻ ഖാശിഅ. നാളെ ഭയന്ന് വിറച്ചുകൊണ്ട് നിന്റെ മുഖമതാ വിനയത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ആമിലത്തുൻ നാസിബാ. ഇവിടെ നീ ഒന്നും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നത് കൊണ്ടല്ല. ഇവിടെ നീ ഒരുപാട് ധർമ്മം ചെയ്തു, ഇവിടെ ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് അമലുകൾ ചെയ്തു. പക്ഷേ അതെല്ലാം മറ്റാർക്കോ വേണ്ടിയാണ്, ആർക്കോ വേണ്ടിയാണ് ചെയ്തത്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ അമലുകൾ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, നിന്റെ മുഖം വിവരണമായി പരലോകത്തു നിന്റെ കോലം കെട്ടുപോകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അത്യുഗ്രമായ നരകത്തിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയുകയാണ്. അത്യുഷ്ണ ഉറവയിൽ നിന്ന് പടച്ച തമ്പുരാൻ നിന്നെ കുടിപ്പിക്കുന്നതാണ്. അറിയുമോ, അള്ളാന്റെ റസൂല് പറയുന്നു, നരകത്തിൽ നിന്ന് കുടിപ്പിക്കുന്ന ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനല്ല, ഈ ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും മുഴുവൻ മാമലകളിലും ആ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന അത്യുഗ്ര ചൂടുള്ള പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനം ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും വീണ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പർവ്വതങ്ങൾ ഉരുകി ഒലിച്ചു പോകുന്നതാ.
അത്രയും ഭീകരമായ അത്യുഗ്ര ചൂടുള്ള അത്യുഷ്ണ പാനീയം അല്ലാഹു നിനക്ക് അവിടെ അങ്ങ് തരുന്നതാണ്. എന്നിട്ടോ ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ലരീഅ. അല്ലാഹു പറയുന്നു, ഇവിടെ അമലുകളെ ചെയ്തിട്ട് പടച്ചവനല്ലാത്തവർക്ക് കൊടുത്തവൻ, ഇവിടെ ഒരുപാട് പേരെ കാണിക്കാൻ വേണ്ടി ചെയ്തവൻ, ഇവൻ അല്ലാഹു കൊടുക്കുന്നത് ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ലരീഅ. അവന് മുള്ളുള്ള മരത്തിൽ നിന്ന്, ലരി എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മരമാണ്, ആ മുള്ളുള്ള മരത്തിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ആ മുള്ളുള്ള മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ. അത് പോഷകാഹാരമല്ലെന്ന് മാത്രമല്ല, ലാ യുസ്മിനു, അത് പോഷകാഹാരമല്ല, വലാ യുഗ്നീ മിൻ ജൂ, അവന്റെ വിശപ്പ് മാറുന്നതുമല്ല. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിരക്കണക്കിന് വർഷം നരകാവകാശി നരകത്തിൽ കിടക്കും. ആയിരക്കണക്കിന് വർഷം കിടന്നിട്ട് ആ നരകാവകാശിക്ക് അല്ലാഹു കൊടുക്കുന്നത് കഠിനമായ വിശപ്പും ദാഹവുമാണ്. വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ദാഹമാണ്. ആ വിശപ്പും ദാഹവും നരകത്തിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുമ്പോ അവൻ ചിന്തിച്ചു പോകും, പടച്ചവനെ ഏറ്റവും വലിയ ശിക്ഷ ദാഹമാണെന്ന്, ഏറ്റവും വലിയ ശിക്ഷ വിശപ്പാണെന്ന് അവന് ചിന്തിച്ചു പോകും. കാരണം എന്തെന്നറിയോ? അവൻ അനുഭവിക്കുന്ന മറ്റുള്ള ഏതെല്ലാം പീഡനങ്ങളുണ്ടോ, ഏതെല്ലാം നാരകീയ ശിക്ഷയുണ്ടോ, ആ ശിക്ഷകളെക്കാൾ കഠിനമായി അല്ലാഹു കൊടുക്കുന്നത് അവന് വിശപ്പാണ്, ദാഹമാണ്. അങ്ങനെ വിശപ്പും ദാഹവും അതിന്റെ പാരമ്യതയിലെത്തുമ്പോ അവന് നിലവിളിക്കുകയാണ്, അവന് നിലവിളിക്കുകയാണ്. വല്ലാത്ത നിലവിളി ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോ മാലിക് എന്ന് പറയുന്ന മലക്ക്, നരകത്തെ കാക്കുന്ന മലക്കാണ്, സുബ്ഹാനല്ലാഹ്, യാതൊരു മയം കാണിക്കാത്ത, യാതൊരു കാരുണ്യം കാണിക്കാത്ത, യാതൊരു ആർദ്രതയുമില്ലാത്ത, യാതൊരു മനസ്സിനകത്ത് യാതെങ്കിലും നിലയിലുള്ള ഒരു സമീപനം കാണിക്കാത്ത കഠിന ഹൃദയനായ മല്ലന്മാരായ മലക്കുകളുടെ ലീഡറായ മാലിക് എന്ന മലക്ക് ആയിരക്കണക്കിന് വർഷം ഈ മനുഷ്യന് വിഷം നൊട്ടിയ വയറുമായി ദാഹിച്ച് പരവശനായി നിലവിളിക്കുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന് കൊടുക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്. അവന്റെ വിശപ്പ് മാറ്റാ തൊണ്ടയിൽ കെട്ടുന്ന ഒരു ഭക്ഷണം അല്ല കൊണ്ട് കൊടുക്കും. സാധാരണ തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമായാലും വേണ്ടില്ല, അവന് കഴിക്കണം, വിശപ്പടക്കണം. ആ വിശപ്പെന്ന മാരകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു കൊടുത്തത് എന്ന തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം കെടുത്ത് തൊണ്ടയിലേക്ക് വെക്കുമ്പോ ഈ ഭൗതിക ലോകത്ത് അവന് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിപ്പോയാൽ അവന് കുടിക്കാൻ വെള്ളമാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വെള്ളം കുടിക്കുമ്പോ തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന വസ്തു താഴേക്ക് പോകുമെന്ന് അവനറിയാ. അങ്ങനെയാണ് അവന് വെള്ളത്തിനു വേണ്ടി അഭിലഷിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടി അവന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹു കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തുസ്ഖാമിന് ഐനിൻ ആനിയ. ആയിരക്കണക്കിന് വർഷം അല്ലാഹു തആല നരകാവകാശി. ഏത് നരകാവകാശി? നരകാവകാശി എന്ന് പറയുമ്പോ നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഈമാനില്ലാത്ത ആളുകൾ മാത്രമാണെന്നാണ്. അതൊക്കെ നമ്മുടെ അബദ്ധധാരണയാണ്. വീട്ടിൽ വന്നിട്ട് പരോപകാര സാധനങ്ങൾ നമ്മളോട് ചോദിച്ചെന്നിരിക്കട്ടെ, ഒരു സ്പൂൺ, ഒരു കൊട, ഓഫീസിൽ വെച്ചൊരു പെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നമ്മളോട് ഇല്ലാത്തവന് കൊടുക്കുന്ന നരകം, മദ്യപാനിക്ക് കൊടുക്കുന്നത് നരകം, പലിശക്കാരന് കൊടുക്കുന്നത് നരകം. ഇതൊക്കെയാ നമ്മൾ കരുതിയത്. അല്ല, അതാ പഠിക്കണമെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ബാലപാഠം ഇന്ന് ആർക്കറിയാം? നിസ്കാരമില്ലാത്തവനും പലിശഭോജിയും, അതുപോലെ തന്നെ കള്ളുകുടിയനും മദ്യപാനിയും, അതുപോലെ തന്നെ വ്യഭിചാരിയും, അങ്ങനെയുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്നവൻ മാത്രമാണ് സമൂഹത്തിൽ നിന്ന് നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരെന്ന ധാരണ നമുക്ക് പലർക്കുമുണ്ട്. അല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാണ്ട്.
പക്ഷേ തൊട്ടപ്പുറത്തെ അയൽവാസി നിന്റെ വീട്ടിൽ വന്ന് അവിടത്തെ വീട്ടിൽ പാചകം ചെയ്യാൻ തക്കമായ ഒരു പാത്രമില്ലാതെ വന്നപ്പോ നിന്റെ വീട്ടിൽ വലിയ പാത്രമുണ്ട്. സഹോദരിമാരെ കാത് കൂർപ്പിച്ച് കേൾക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ അവിടെ വെക്കുന്ന കറിക്ക് പാകമായ പാത്രമില്ലാത്തതിന്റെ പേരില് നിന്റെ വീട്ടിൽ വന്ന് പാകമായ പാത്രം ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന നരകമാണ്. സൂറത്തുൽ മാഊൻ എടുത്ത് പഠിക്ക്. സൂറത്തുൽ മാഊൻ വയംനഊനൽ മാഊൻ. മാഊൻ തടഞ്ഞു വെക്കുന്നവൻ, പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ, തൊട്ടി തടഞ്ഞു വെക്കുന്നവൻ, കയറ് മാറ്റി വെക്കുന്നവൻ, കിണറിൽ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ അതിന്റെ വാൽവടച്ചിട്ട് പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നവന് വാൽവടച്ചിട്ട് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളം പ്രചരിപ്പിച്ചിട്ട് പാവപ്പെട്ടവന് കുടിവെള്ളം നിഷേധിക്കുന്നവൻ, അവനൊക്കെ നരകത്തിലാണ്. 45 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം, 56 ഉംറ ചെയ്തിട്ടുണ്ടാകാം, പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ കുടിവെള്ളം നിഷേധിക്കുന്നതിലൂടെ പടച്ചതമ്പുരാൻ കൊടുക്കുന്നത് നരകമാണ്, നിസാരമാണെന്ന് കരുതരുത്. സാലിഹത്തായ ഒരു പെണ്ണിന്റെ കഥ നമുക്കറിയാം. എന്നാണോ ഈ രാപ്രസംഗങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ചരിത്രമാണ്. എന്ത് ചരിത്രം? പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാത്ത പെണ്ണിന് അല്ലാഹു തആല സാലിഹത്തായിരുന്നിട്ടും കൊടുത്ത നരകം. സ്വന്തം ശരീരം വിറ്റ, സ്വന്തം ശരീരം കച്ചവടം നടത്തിയ വ്യഭിചാരിണിയായ പെണ്ണിന് നായക്ക് നാവ് നീട്ടി മണ്ണ് തിന്നുന്നത് കണ്ടപ്പോ തന്റെ ചെരുപ്പൂരി തൊട്ടിയാക്കിയിട്ട് ഷോളഴിച്ചിട്ട് കയറാക്കിയിട്ട് കിണറിലിറക്കി വെള്ളം കോരിയിട്ട് അതിന്റെ നാവ് നനച്ചു കൊടുത്തപ്പോ അതുവരെ ചെയ്ത എല്ലാ വേശ്യാവൃത്തിയും അല്ല പുറത്തു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പാറി നടക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു. അതുകൊണ്ട് പലിശക്കാരനെ നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫസാദ് പറയുന്നവൻ പല്ലിളിക്കുകയാണ്. ഇവൻ നരകത്തില്, ഞാൻ അങ്ങ് സ്വർഗത്തില്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബോധം നമുക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നരകത്തിൽ അള്ളാഹു തആല നമ്മളെ പ്രവേശിപ്പിച്ചാൽ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലെങ്ങാനും നമ്മൾ ചെന്ന് വീണുപോയാൽ ഏറ്റവും വലിയ ശിക്ഷ പടച്ചോൻ തരുന്നത് എന്താണെന്നറിയോ? പിടയ്ക്കുന്ന പാമ്പല്ല, കൊത്തുന്ന തേളല്ല, അഗ്നിജ്വാലയല്ല, നാറുൻ ഹാമിയ, തീനാളം അല്ല. ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ ചിന്തിക്കും അത്രേ ഉള്ളോ, അള്ളാഹു അങ്ങോട്ട് വിശപ്പ് തരും, വിശപ്പും ദാഹവും തരും. ഇവിടെ വിശന്നു പോയാൽ മരിക്കും. ഇവിടെ വിശന്നു പോയവൻ നിയമനിർമ്മാണ സഭയായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വിശന്നിട്ടിയ വയറുമായിട്ട് കഴിയുന്ന പാവപ്പെട്ട നാടോടി പയ്യൻ മണ്ണ് വാരിറ്റുന്നു, മണ്ണ് വാരിറ്റുന്നു. ഇന്ദ്രപ്രസ്ഥത്തിന്റെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നഗരസഭ നിയമസഭയുടെയും സെക്രട്ടേറിയറ്റിന്റെയും മൂക്കിന് താഴെ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ വിശന്ന് വലഞ്ഞപ്പോൾ അവസാനം വീടിന്റെ ആ ഷെഡിനകത്തുള്ള മണ്ണ്, പച്ച മണ്ണ് വാരിറ്റുന്നു. വാർത്തകൾ വലിയ വ്യാപകമായി നമ്മൾ വായിച്ചതാണ്. ഇവിടെ വിശന്നാൽ മണ്ണ് വാരി തിന്നാം, ഇവിടെ വിശന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും മരിച്ചു പോകാം. ആഖിറത്തിൽ നരകത്തിൽ അങ്ങനെയല്ല, മരിക്കൂല. തുമ്മല യമൂതു ഫീഹാ വലാ യഹിയ, മരണോ ഇല്ല, ജീവിതോ ഇല്ല. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ ഒരു നൂൽപാലത്തിലൂടെ നടക്കണം. അങ്ങനെ വിശന്ന് ദാഹിച്ച് നിൽക്കുമ്പോ അവസാനം ഇച്ചിരി ഭക്ഷണം കിട്ടിയെങ്കിൽ കൊള്ള, എന്തായാലും വേണ്ടൂല. ഇച്ചിരി വെള്ളം, എങ്ങനത്തെ വെള്ളമായാലും കുഴപ്പമില്ല. അങ്ങനെ വിഷമിച്ചു വിഷമിച്ച് നിലവിളിച്ച് നിൽക്കുമ്പോഴാണ് മാലിക് അവസാനം മറുപടി കൊടുക്കും. ഭക്ഷണം വേണോ അല്ലേ? ആയിരക്കണക്കിന് വർഷം, ആയിരക്കണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ മിഖ്ദാറുഹു 50 അൽഫ സന, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 കൊല്ലം. ഇതൊക്കെ ചിന്തിച്ചാണ് കുറെ എണ്ണം നിരീശ്വരവാദിയായി പോയത്. അവനൊന്നും ബുദ്ധിയില്ല, അവനൊന്നും ബുദ്ധിയില്ല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം ഇവിടത്തെ കണക്ക് വെച്ചവൻ കൂട്ടി നോക്കുകയാണ്. എന്ത് പൊട്ടന്മാരാ മദ്രസ പൊട്ടന്മാർ, എന്ത് പൊട്ടന്മാരാണ് ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ ഇപ്പൊ ലൈവ് ഇട്ടുകൊണ്ടിരിക്കാൻ. ഇവനൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ കണക്കനുസരിച്ച് മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷമാണ്. അങ്ങനത്തെ 1000 വർഷം കേണപേക്ഷിച്ചിട്ട് അവസാനം മാലിക് എന്ന മലക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കൊണ്ടുതരും. ആ ഭക്ഷണത്തിന്റെ പേരാണ് ലരീഅ്.
എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കിട്ടുന്ന ഭക്ഷണം. മുള്ളുള്ള ഒരു മരമാണ്, അതങ്ങോട്ട് തരും. ദുനിയാവിൽ അവൻ ചിന്തിക്കും, ദുനിയാവില് വാളയുടെ മുള്ള് കഴുത്തിൽ കുരുങ്ങിയപ്പോ, അല്ലേ, മീൻ കഴിച്ചപ്പോ അല്ലെങ്കിൽ ചിക്കന്റെ എല്ല് ഈ കഴുത്തിൽ ഇങ്ങനെ കുരുങ്ങിയപ്പോ ഞാൻ നന്നായിട്ട് ശരിക്കങ്ങ് പച്ചവെള്ളം കുടിച്ചു, അപ്പോഴാണ് ഈ മുള്ളിറങ്ങി പോയത്, അതുകൊണ്ട് കുറച്ച് വെള്ളം കിട്ടട്ടെ. അപ്പൊ അള്ളാഹു കൊണ്ട് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരേതാ? തുസ്ഖാ മിൻ ഐനിൻ ആനിയാ. അത്യുഗ്ര ചൂടുള്ള പാനീയം അള്ളാഹുവിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസുകളിൽ കാണാ ആ വെള്ളം ഇങ്ങനെ കിട്ടുമ്പോൾ വല്ലാത്ത ചൂടാണ്. ആ ചൂട് വെള്ളമായാലും വേണ്ടില്ല, എന്റെ തൊണ്ടയിൽ കെട്ടെന്ന് മാറിയാൽ മതി. ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോ ഭാര്യ ചൂട് ചായ തന്നു. ആ ചൂട് ചായ മുന്നിൽ കൊണ്ടുവച്ച് നിങ്ങളെടുത്ത് കുടിക്കല്ലേ, ചൂടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയൂല. അറിയുന്നത് ചുണ്ടിലേക്ക് വെക്കുമ്പോഴാണ്. ഇതങ്ങനെയല്ല. ഈ ആനിയ എന്ന് പറയുന്ന തുസ്ഖാമിൻ ഐനിൻ ആനിയ എന്ന് പറയുന്ന അത്യുഗ്ര ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് മാലിക്കെന്ന മലക്ക് തരുമ്പോ അതെടുത്ത് കുടിക്കാൻ ചുണ്ടിലേക്ക് അങ്ങ് അടുപ്പിക്കുമ്പോ സുബ്ഹാനല്ലോ, മുഖത്തെ മാംസമെല്ലാം ഉരുകി 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 അതിലേക്ക് വീഴുന്നതാ. അങ്ങനെ എല്ല് മാത്രമാകുന്ന മനുഷ്യന്റെ കവിളിലൂടെ വെള്ളം കുടിക്കാനുള്ള ആർത്തിയോടെ കുടിക്കുമ്പോ അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഉരുകി ഒലിച്ചിട്ടവന്റെ പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തേക്ക് ഒഴുകുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഒന്നാമത്തെ മുഖമതാണ്. എങ്ങനെയാ? തല കുനിച്ച് പേടിച്ച് വിഷമിച്ച് വിനയത്തോടുകൂടി തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാൻ. ആരാണ്? ആമിലത്തുൻ നാസിബ. ആ വിഭാഗം അല്ല പറയുന്നു, ഇവിടെ പണിയെടുത്ത് ചുരുണ്ടുകൂടി കിടന്നവനല്ല. സുബഹിക്ക് പള്ളി പോയി, അവൻ കിടന്ന് ഉറങ്ങിയില്ല. ഞാനിപ്പോ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിസ്കാരത്തെ പറ്റി നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞു. ആത്മാർത്ഥത കൊണ്ടാ പറയുന്നത്. ഇതേപോലെ ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിസ്കാരത്തെ പറ്റി പറയണം. സുബഹിയുടെ വാങ്ക് കേൾക്കുമ്പം അങ്ങോട്ട് ചരിയും, പിന്നെ ഇങ്ങോട്ട് ചരിയും. ഞാൻ പറഞ്ഞു, മദ്രസയിൽ പഠിക്കാതെ അതിന്റെ മുന്നിലെങ്ങാനും കയറി നിന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ. കാരണം മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ വലത്തോട്ട് ചരിയണം, ഹയ്യാലുൽ ഫലാ പറയുമ്പോൾ ഇടത്തോട്ട് ചരിയണമെന്ന് ഇവൻ പുറത്തു നിന്ന് കേട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ബാങ്ക് കേൾക്കുമ്പോൾ ചരിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ കാര്യം എന്താ? ആമിലത്തുൻ, അവൻ പണിയെടുത്തിട്ടുണ്ട്. നാസിബത്തുൻ, തളർന്നിട്ടുണ്ട്. അവൻ എങ്ങനാ തളർന്നത്? നിസ്കരിച്ചാൽ ഒരാൾ തളരൂല, മറിച്ച് നിസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് എല്ലാ ദിക്റും പൂർത്തിയാക്കിയിട്ട് ഏതെങ്കിലും ചായക്കടയിൽ വന്നങ്ങ് ഇരുന്നാൽ അതുവഴി പോകുന്ന പച്ച പനന്തത്തയെ പോലും വിടാതെ പച്ചയ്ക്ക് അവരുടെ ഇറച്ചി തിന്നുന്ന ചില പച്ച ആളുകൾ, അവർക്ക് ഇവിടത്തെ പണിക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? നാളെ പരലോകത്ത് മുഖം അള്ളാഹു തആല വിനയത്തിന്റെ പേരിൽ ഭയന്നു വിനയത്തോടുകൂടി തല കുമ്പിട്ട് നിൽക്കേണ്ടി വരും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശദീകരിച്ചാൽ അത് അങ്ങനെ അങ്ങ് പോകും. അതേ അധ്യായത്തിൽ രണ്ടാമതൊരു മുഖം പരിചയപ്പെടുത്തി. അള്ളാഹു ഈ പറയാൻ പോകുന്ന മുഖം നമുക്ക് തരട്ടെ. അതെങ്ങനാന്നറിയോ? അള്ളാഹു പറയുകയാണ്, 6 മുഖങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. 6 മുഖങ്ങൾ. അതിൽ ഒന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് അള്ളാഹു പറയുകയാണ്, വുജൂഹു യൗമഇദിൻ നാഇമാ ലിസഈഹാ റാളിയാ. അള്ളാഹു പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹു പറയുന്നു, വുജൂഹു യൗമഇദിൻ നാഇമാ, ആനന്ദത്തുണ്ടിലരാകുന്ന ചില മുഖങ്ങളുണ്ട്, ആനന്ദത്തിൽ ആറാടുന്ന ചില മുഖങ്ങളുണ്ട്. ലിസഈഹാ റാളിയാ, ഈ ദുനിയാവിൽ അവര് പണിയെടുത്തതിന്റെ പേരിൽ അവരവിടെ സംതൃപ്തരാണ്. അള്ളാഹുവേ, ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കാം, നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ പറ്റിയും പച്ചയിറച്ചി തിന്നിട്ട്
വെച്ചിട്ടില്ല, ഒരാളെ പറ്റിയും പരദൂഷണം പറഞ്ഞിട്ടില്ല, ആരോട് ഞാൻ കയർത്തിട്ടില്ല, ആരോട് ഞാൻ വിഷമം പങ്കുവെച്ചിട്ടില്ല. ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി തമ്പുരാനെ ഇവിടെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളുടെ പേരിൽ പരലോകത്ത് സംതൃപ്തരാണ് അവര്. അവരുടെ മുഖം അല്ലാഹു പറയുന്നു ആനന്ദ തുന്തിലരാകുന്ന ചില മുഖമുള്ളവരാ. അവരുടെ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ് അവരുള്ളത്. അല്ലാഹു കൊടുക്കുന്ന ജന്നത്ത് എന്ന തോട്ടമുണ്ടല്ലോ, അടിവാരത്തരുവി ഒഴുകുന്ന ആരാമങ്ങളല്ല കൊടുക്കുന്നത്. ഫീ ജന്നത്തിൻ ആലിയ, ഏറ്റവും ടോപ്പിലുള്ള വസ്തുവാണ്, തോട്ടമാണല്ല കൊടുക്കുന്നത്. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ യാതൊരു പാഴ്കാര്യങ്ങളും അവരെ കേൾക്കേണ്ടി വരൂല. അവിടെ സഭ്യതയില്ലാത്ത വാക്കുകളില്ല, അവിടെ മോശപ്പെട്ട വർത്തമാനങ്ങളില്ല, അവിടെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളുമില്ല, ആരോടും വൈഷമ്യവും വൈമനസ്യവും വൈക്ലഭ്യവുമില്ല. ഫീഹാ ഐനുൻ ജാരിയ, കളകളാരവം മുഴക്കുന്ന അരുവികൾ അല്ലാഹു ആ തോട്ടത്തിൽ കൊടുത്തു. ഫീഹാ സുറുറും മർഫൂഅ, ഉയർന്നു നിൽക്കുന്ന കിടക്കകൾ അല്ലാഹു കൊടുത്തു. അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഫീഹാ സുറുറും മർഫൂഅ, ഇങ്ങനെ ഉയർന്ന തലത്തിലുള്ള ഒരുപാട് കട്ടിലുകൾ അല്ലാഹു കൊടുത്തു. ശരീർ പടച്ച തമ്പുരാൻ അവിടെ കൊടുത്തു. വാക്കുവാബം ഇങ്ങനെ അല്ലാഹു മനോഹരമായ കോപ്പകൾ കൊടുത്തു. എന്തിനാ? ഈ കളകളാരവം മുഴങ്ങുന്ന അരുവിയിൽ നിന്ന് കോരിക്കൊടിക്കാൻ. എന്നിട്ടോ വനമാരിക്കുമസ്ഫൂഫായി വെച്ചിരിക്കുന്ന തലയിണകൾ അല്ലാഹു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒരു നല്ല ഏതെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ കയറിയാൽ ഏറ്റവും ടോപ്പിലത്തെ നിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് തുറന്നങ്ങ് കയറുമ്പോ അതിന്റെ നാലു ഭാഗത്ത് ഇങ്ങനെ ചെറിയ അരുവികൾ പോലെ, ഇങ്ങനെ ഒരു ജലാശയം പോലെ ഒരു ചെറിയ ഏതെങ്കിലും നിലയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ടെങ്കിൽ അതെത്ര മനോഹരമാണ്. അതിൽ നല്ല ഉയർന്ന കിടക്കകൾ വിരിച്ചിട്ടുണ്ട്. അതിന്റെ നാലു ഭാഗത്തും ഇങ്ങനെ മനോഹരമായ കോപ്പകൾ വെച്ചിരിക്കുകയാ. വരി വരിയായി നിരനിരയായി വെച്ചിരിക്കുന്ന ഒരുപാട് തലയണകളുണ്ട്. വിധാനിച്ചിട്ടിരിക്കുന്ന പരവതാനിയാ, എത്ര മനോഹരമായ വിരിയാണ് വിരിച്ചിട്ടിരിക്കുന്നത്. ഇതാർക്കാണല്ല കൊടുക്കുന്നതെന്നറിയോ? ഇതൊന്നും നമുക്ക് പറഞ്ഞാ തിരിയൂല. ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞിനോട് മൊബൈലുണ്ട്, മൊബൈലിൽ വലിയ ലോകമുണ്ട്, അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ ഇവിടെ ഇരുന്ന് കാണാ എന്നൊക്കെ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ട ഉടനെ പറഞ്ഞാൽ അതിങ്ങനെ കരയലല്ലാതെ, അതിങ്ങനെ കളിക്കലല്ലാതെ മറ്റൊന്നുണ്ടാവൂല. അവൻ വളർന്നു വന്നാൽ എന്നിട്ടവൻ ട്രംപിനെ ഒന്ന് ഫോൺ ചെയ്താൽ, അല്ലെങ്കിൽ വിദേശത്തുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളോടത് പറഞ്ഞാൽ അവർക്ക് തിരിയൂല. എന്നതുപോലെ നമ്മൾ നാളെ പടച്ചോന്റെ കോടതിയിലെത്തി വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുമ്പോഴാണ് ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന കിടക്കകളും തോട്ടങ്ങളും അരുവികളും പടച്ചോ തരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളോട് മൊബൈലിനെ പറ്റി പറയുന്നത് പോലെ പ്രസവിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങളോട് നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി പറയുന്നത് പോലെ നമുക്ക് തിരിയുള്ളൂ. ഈ പറയപ്പെട്ട പ്രതിഫലമല്ല കൊടുക്കുന്നത് ആർക്കാണ്? അല്ല പറയുന്നു ഇവിടെ എന്ത് ചെയ്താലും അതിൽ സംതൃപ്തി. അൽഹംദുലില്ലാ, ഞാൻ 2 മണിക്കൂർ വഅള് കേട്ടു. മറ്റേ കൊട്ട് ആദ്യം പറഞ്ഞില്ല, ഏത് അത് കാണാൻ വന്നില്ലേ? അത് പിന്നെ ഈ പറഞ്ഞതോ അൽഹംദുലില്ലാ ഖുർആൻ കേട്ടു. ഈ സരസിൽ നിന്ന് മരിച്ചുപോയാൽ, ഈ സരസിൽ ഇപ്പൊ നിങ്ങൾക്ക് പരിശുദ്ധ റൗളയിൽ പോകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഉംറയ്ക്ക് എത്ര രൂപ? 50, 80. ഹജ്ജിന് പോകണമെങ്കിൽ കൂടുതൽ വാങ്ങിക്കുന്നവരുണ്ട്. ഹജ്ജിനാണെങ്കിലോ എത്ര ലക്ഷം? സർക്കാരിന്റെ പോയ പകുതി, പിന്നെ സ്വകാര്യ ഗ്രൂപ്പുകളിൽ പോയാൽ അതിന്റെ ഒരു ഇരട്ടിയും കൂടി. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. എനിക്കറിയില്ല, ഏതോ ആയിക്കോട്ടെ. 8 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം, 8 ലക്ഷം മുടക്കി അവിടെ പോണം ഹജ്ജിന്.
അല്ലെങ്കിൽ 80,000 രൂപ മുടക്കി അവിടെ പോകണം ഉംറയ്ക്ക്, അല്ലെങ്കിൽ ടിക്കറ്റും വിസയും എടുത്ത് അവിടെ പോകണം. അതും ഒരു വർഷം ഹിജറ വർഷം കണക്കനുസരിച്ച് ഈ വർഷം ജമാദുൽ ലൂല, ഈ ജമാദുൽ ലൂലയില് ഞാൻ റിയാലുൽ ജന്ന എന്ന് പറയുന്ന മദീനയുടെ കുബ്ബത്തുൽ ഖളറാഇന്റെ ചുവട്ടിലെ മാ ബൈന ഖബ്രി വ മിംബരി, എന്റെ റൗള ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഭാഗം സ്വർഗത്തിന്റെ തോട്ടമെന്ന് എന്റെ റസൂൽ പഠിപ്പിച്ച ആ ഭാഗത്ത് ജമാദുൽ ഊലയിൽ ഞാൻ കയറിയാൽ അടുത്ത ഹിജറ വർഷം ജമാദുൽ ഊല കഴിഞ്ഞാലേ എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. പുതിയ നിയമമാണ്. 8 ലക്ഷം മുടക്കിയിട്ട് കാര്യമില്ല, 80,000 മുടക്കിയിട്ട് കാര്യമില്ല, ആര് റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. എന്നാൽ 80,000 കൊടുക്കണ്ട, 8 ലക്ഷം കൊടുക്കണ്ട, ആരും റെക്കമെൻഡ് ചെയ്യണ്ട, ഒരു ഹിജറയുടെ കൊല്ലോ നോക്കണ്ട. സംഘാടകര് കുറച്ച് കസേര എടുത്തിട്ട് 2-3 ബോക്സും വെച്ച് ഒരാളെ പ്രസംഗത്തിന് വിളിച്ച് വീടാന്തരം കയറി ഇറങ്ങി നാട് മുഴുവനും അനൗൺസ് ചെയ്ത് ഒരു വയലുണ്ട് എന്ന് പറഞ്ഞ് ആ വയലിനെ ക്ഷണിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നത് ഈ സദസ്സിന്റെ മഹാത്മ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ആ പറയപ്പെട്ട സ്ഥലമില്ലേ, റൗളയുടെയും മിമ്പറിന്റെയും ഇടയിൽ അതേ ബഹുമാനം, അതേ ആദരവ് ഈ സദസ്സിൽ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നല്ല, അങ്ങനെ ഉള്ളൂ. യാതൊരു വ്യത്യാസവുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, അങ്ങനെ ഇവിടെ വന്ന് 2 മണിക്കൂർ ചെലവഴിച്ചാൽ ബാങ്ക് വിളിച്ചു പള്ളിയില്. ആ പള്ളിയില് ബാങ്ക് കേട്ടപ്പോൾ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കേട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോയി. അവിടെ കിറ്റ് കൊടുക്കുന്നില്ല, അവിടെ അവലും പഴവും കൊടുക്കുന്നില്ല, അവിടെ ചോറും ഇറച്ചിയും കൊടുക്കുന്നില്ല, അവിടെ അരി കൊടുക്കുന്നില്ല, അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പോകുന്നത് എന്റെ പടച്ചവനോടുള്ള ബാധ്യത നിറവേറ്റാനാണ്, എന്റെ കടമ നിർവഹിക്കാനാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് എന്നെ വിളിച്ചതാണ്. 8,000 രൂപ ശമ്പളം വാങ്ങുന്ന മുഅദ്ദിന്റെ നാവിലൂടെ വിളിച്ചത് പടച്ചോനാണ്, അല്ലാഹുവാണ് വിളിച്ചത്. വരിക വരിക വരിക, ഹയ്യ അലസ്സലാ, വരൂ നിസ്കാരത്തില്, ഹയ്യ അലൽ ഫലാ, ഇതാണ് വിജയം, ഇതാണ് വിജയം, വരൂ എന്ന് ബാങ്കിന്റെ നാദം കേട്ടപ്പോൾ അവിടേക്ക് ചെന്നിട്ട് നമസ്കാരം നിർവഹിച്ചതിന്റെ പേരില് അല്ല പറയുന്നു, നാളെ പരലോകത്ത് സംതൃപ്തനാണ്. ഇവിടത്തെ പരിശ്രമം അവിടെ അവന് സംതൃപ്തി കൊടുത്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്ന മുഖം അല്ല പറയുന്നു, ആനന്ദിക്കുന്ന മുഖം. ആദ്യം പറഞ്ഞത് പേടിച്ചിട്ട് കുമ്പിടുന്ന മുഖം. ഇതിങ്ങനെ തലയെടുപ്പോടെ നിൽക്കാൻ. ഇവിടെ ഞാൻ ചെയ്തു പടച്ചോനെ, ഒരുത്തനെ കാണിക്കാനല്ല, ആരെയും കാണിക്കാനല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് നാളെ പരലോകത്ത് നിൽക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.